സ്കൂളിലെ ബഹുമാനപ്പെട്ട കുട്ടികളെ, സ്നേഹമുള്ള ടീച്ചേഴ്സ്, സ്റ്റേജിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാനികൾ, നമ്മുടെ 79ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തോട് അനുബന്ധിച്ച് നമ്മുടെ സ്കൂളിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു മുതൽക്കൂട്ടാണ് ഇന്നിവിടെ കൂടിയിരിക്കുന്ന കുട്ടികളും അതുപോലെ തന്നെ അവിടെ കമ്പ്യൂട്ടറുമായിട്ട് വെച്ചിരുന്നുണ്ട് നമ്മുടെ യൂട്യൂബുകളിലും അതുപോലെ തന്നെ നമ്മുടെ ഈ നാട്ടിലുള്ള എല്ലാവർക്കും ഇത് കാണുവാനും എല്ലാ ഭാഗത്തുള്ള ആൾക്കാർക്കും ഇത് കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ വാർഷികത്തോടനുബന്ധിച്ച് നമ്മുടെ നാട് എന്തോരെ പുരോഗതി പ്രാപിച്ചു എന്ന് നമുക്കറിയാൻ കഴിയും. മാറി മാറി വരുന്ന രാഷ്ട്രീയം, അതിനനുസരിച്ച് ഒത്തിരി മാറ്റങ്ങൾ വരുന്നു. അതിലുപരിയായിട്ട് നമ്മുടെ നാട് കാക്കുന്ന ബഹുമാന്യരായ പട്ടാളക്കാരെ നമ്മൾ ഓൺലൈൻ വഴിയെല്ലാം അവരുടെ പ്രവർത്തനങ്ങൾ കാണാറുണ്ട്. അവർ കാരണമാണ് നമ്മൾ ഇന്നും വളരെ നല്ല രീതിയിൽ തന്നെ സ്വാതന്ത്ര്യത്തോടുകൂടി നമ്മൾ നമ്മുടെ നാട്ടിൽ കൂടെ നടക്കുന്നത്. പട്ടാളക്കാർ എന്ന് പറയുമ്പോൾ നമ്മുടെ നാടിൻ്റെ അഭിമാനമാണ്. അത് ഓരോ നമ്മുടെ രാജ്യത്തിൻ്റെ ഓരോ മുക്കിനും മൂലയിലും അവരുടെ പ്രവർത്തനങ്ങൾ വലുതാക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇന്നിവിടെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഇന്ത്യക്ക് നമ്മൾക്ക് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അറിയാം നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ പാകിസ്ഥാനുമായിട്ടുണ്ടായ യുദ്ധം നമുക്ക് ഏതെല്ലാം ആയുധങ്ങളാണ് വേണ്ടത് അതെല്ലാം നമ്മുടെ ഇന്ത്യ സ്വായത്തമാക്കിയിരിക്കുകയാണ്. നല്ല കെട്ടിടത്തോടു കൂടിയാണ് നമ്മുടെ നാട്, നമ്മുടെ രാജ്യം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തോട് മറ്റുള്ള രാജ്യങ്ങൾക്ക് വളരെ ബഹുമാനമുണ്ട്. പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾക്ക് നമ്മളെ പേടിയുണ്ട്. നമുക്ക് ജീവിക്കണമെങ്കിൽ വളരെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അതാത് നമ്മുടെ രാജ്യത്തിൻ്റെ മുക്കിനും മൂലയ്ക്കുമുള്ള പട്ടാളക്കാർ അവരെ ഓരോ ദിവസവും അവരുടെ സൂക്ഷ്മമായിട്ടുള്ള അവിടുത്തെ പ്രവർത്തനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവർക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഗവൺമെൻറ്റുകളുടെ പ്രവർത്തനങ്ങൾ എല്ലാം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. എന്നാലും പോരായ്മകൾ കാണുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. അത് പത്രങ്ങളും ഒക്കെ മാധ്യമങ്ങളൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. അതും ഈ സ്വാതന്ത്ര്യം എന്നതിനകത്ത് വരുന്നതാണ്. ഇപ്പം നമ്മുടെ കേരളത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളം അത് ഏത് ഭരണകർത്താക്കളാണോ ഭരിക്കുന്നത് അവർ വേണം നമുക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി തരുവാൻ. അത് സത്യസന്ധമായും കൃത്യമായിട്ടും ചെയ്തില്ലെങ്കിൽ അതിൻ്റെതായ ദോഷങ്ങൾ ആ സമൂഹത്തിലുള്ള ജനങ്ങൾക്ക് ഉണ്ടാകും, പാവപ്പെട്ട ജനങ്ങൾക്കുണ്ടാകും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. ഇപ്പോൾ ഇവിടെ
പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മുടെ 79ാമത് ആഘോഷം വളരെ ഗംഭീരമായിട്ട് നടക്കട്ടെ. ഇങ്ങനെയൊരു പരിപാടി ഇവിടെ അവതരിപ്പിക്കുന്ന നമ്മുടെ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററും അതുപോലെ ഇതിൻ്റെ പ്രവർത്തനങ്ങളായിട്ട് നടക്കുന്ന ടീച്ചേഴ്സും കുട്ടികളും എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആഘോഷം നേർന്നുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി.